യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഉദാശയാണ് പരിശുദ്ധ മാമോദീസ. മർക്കോസിന്റെ സുവിശേഷം 28, മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തില് 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. കർത്താവ് നിർദ്ദേശിച്ചനുസരിച്ച് ചെയ്യുന്നതായ ഒരു കൂദാശയാണ് പരിശുദ്ധ സഭയില് മാമോദീസ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്നാനം? ക്രിസ്തുവിന്റെ കക്ഷതയില് പങ്കാളികളായി ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ഒന്നിച്ച് മരിക്കുകയും ക്രിസ്തുവില് വീണ്ടും ജനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരുന്നതിന്റെ പോലെ നാം അവന്റെ പുതുക്കത്തില് നടക്കേണ്ടത് തന്നെ. ആകയാൽ ഭൗതികമായ ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഉണ്ടാകാവുന്ന കുറവുകള്, കുറ്റങ്ങള്, അവന്റെ പാപത്തില്, മനുഷ്യൻ പാപിയാണ്, അവന്റെ പാപത്തില് അവനെ ക്രിസ്തുവിനോട് കൂടി മരിച്ച് അടക്കപ്പെടുന്ന ശുശ്രൂഷയാണ് നമ്മൾ വെള്ളത്തിൽ മോശ തൊട്ടിയില് മുക്കി എടുക്കുന്നത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പാപം ഇല്ലാത്ത അവസ്ഥയിൽ എടുക്കുന്ന ആ ശുശ്രൂഷയാണ് പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സഭയിലെ അംഗത്വത്തിന് മാമോദീസ നൽകുന്നുണ്ട്. പഴയ നിയമസഭയിലെ പരിച്ഛേദനയിൽ കൂടി അംഗങ്ങളാകുമ്പോൾ പുതിയ നിയമസഭയില് മാമോദീസയിൽ കൂടി, സ്നാനത്തിൽ കൂടി ഒരു വ്യക്തി സഭയുടെ ആകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികള് 10-ാം അധ്യായം 47-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്നാനമേറ്റവർ സഭയോട് ചേർന്ന് സഭയോട് ചേരുവാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പരിശുദ്ധ മാമോദീസ. വീണ്ടും മാമോദീസ പാപമോചനത്തിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയും വേദപുസ്തകവും ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്. നിക്കാ വിശ്വാസ പ്രമാണത്തില് നമ്മൾ ചൊല്ലുന്നുണ്ട്: പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. മതപീഡന കാലത്ത് ക്രിസ്തീയ വിശ്വാസികള് മാമോദീസ ഏറ്റ് ഇരുന്ന വ്യക്തികള് പിന്നീട് മതപീഡന കാലത്ത് ഒരു പക്ഷേ ഇതര വിശ്വാസത്തിലേക്ക് പോകേണ്ടി വന്നാലും പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും മാമോദീസ നൽകേണ്ടതായ ആവശ്യമില്ല എന്ന് പിതാക്കന്മാര് അത് പ്രഖ്യാപിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് ആ വിശ്വാസ പ്രമാണത്തില്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വിശ്വാസി സ്നാനമേറ്റാൽ പിന്നീട് അവന് സ്നാനം ഏൽക്കേണ്ടതായ ആവശ്യമില്ല എന്ന പിതാക്കന്മാർ നിത്യ വിശ്വാസ പ്രമാണത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികള് 2-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക. ഇവിടെ നമ്മൾ നൽകുന്ന ഒരു പൈതലിന് നൽകുന്ന സ്നാനവും ആ പാപമോചനത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നൽകുന്ന സ്നാനമാണ്. ഇത് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് വീണ്ടും ജനനത്തിന്റെ കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഒരുവന് ക്രിസ്തുവിലായാല് അവന് പുതിയ സൃഷ്ടിയാകുന്നു. ഇവിടെ ഒരു പുതിയ സൃഷ്ടിയായി ഒരു പൈതല് പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുകയാണ് പരിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ കൂടി. ഈ മാമോദീസ തൊട്ടി എന്ന് പറയുമ്പോൾ ഇതിനെ ഗർഭപാത്രത്തിനോട് തുല്യമാക്കുന്നുണ്ട്. അതായത് വീണ്ടും ജനനത്തിന്റെ അനുഭവം മാമോദീസ തൊട്ടിയിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ഭൗതിക ഒന്നാമത്തെ ജനനം എന്ന് പറയുന്നത് നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു. രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ കൂടിയാണ്. അതായത് ഒരു പുതിയ ജീവന്റെ, ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഈ മാമോദീസ തൊട്ടിയിൽ കൂടി ലഭിക്കുന്നതുകൊണ്ട് ഇതിനെ മാമോദീസ തൊട്ടി ഗർഭപാത്രമായി പിതാക്കന്മാർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോർദാൻ നദിയുടെ സാദൃശ്യം ഇതിന് നൽകുന്നുണ്ട്. മശിഹായോടുകൂടി സംസ്കരിക്കപ്പെടുന്ന, നമ്മുടെ പാപത്തിൽ നമ്മൾ മരിച്ച് സംസ്കരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ അനുഭവം ഈ മാമോദീസ തൊട്ടിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് യോർദാൻ നദിയുടെ സാമീപ്യമായിട്ട് ഈ മാമോദീസ തൊട്ടിയെ നമുക്ക് ലഭിക്കുന്നുണ്ട്. യോർദാൻ നദി എന്ന് പറയുമ്പോൾ അവിടെ 3 നദികൾ ഒന്നിച്ചു ചേരുന്ന ആ സ്ഥാനത്തായിരുന്നു യേശുക്രിസ്തുവിന്റെ മാമോദീസ. ഇവിടെ 3 നദികൾക്ക് പകരം ഇവിടെ നമ്മൾ ചൂടുവെള്ളവും തണുത്ത വെള്ളവും വിശുദ്ധ തൈലവും ചേർത്ത് പ്രാർത്ഥനയിൽ കൂടി ഒരു റീജനറേറ്റീവ് പവർ വെള്ളത്തിന് നൽകി അതിലാണ് കുഞ്ഞിനെ നമ്മൾ മാമോദീസ മുക്കി എടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു
പുതിയ സൃഷ്ടിയായി ഒരു പുതിയ അനുഭവത്തിൽ, വീണ്ടും ജനിക്കപ്പെട്ട അനുഭവത്തിൽ, പാപമോചനത്തിന്റെ ആ അനുഭവം ലഭിക്കുവാൻ തക്കോണം ഈ പൈതൽ ഇടയാക്കുവാൻ തക്കോണം നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ശുശ്രൂഷകളെ സംബന്ധിക്കണം എന്നുള്ള സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉദാശയിലേക്ക് പ്രവേശിക്കാം. ദൈവമായ വ്യക്തിയാൽ മാതാവും ജ്ഞാനത്താൽ നൽകുവാൻ വേണ്ടി വിശ്വാസപരമായ ആത്മീയ ഓരോരുത്തർ ശ്രദ്ധങ്ങളെ യോഗ്യതാക്കണമേ. കർത്താവേ, പ്രോത്സാഹനത്തിന് വേണ്ടി ഞങ്ങളുമായി തോന്നിരിക്കുന്ന നിന്റെ മകന്റെ മകനെ ആത്മാവിൽ പാപികളായ മുഖത്ത് മൂലം രക്ഷ ലഭിക്കുന്ന മകളെ തന്നെ പ്രാപിക്കുകയും ശ്രീമോന്റെ ആത്മാറാകണമേ. ഓശോ ചെയ്യുമാറാകണമേ. നീര
at all times and all hours. May we assign unto you, O Lord. Praise to him, the Lord, who is true and deep life, who by his divine wisdom instituted and sanctified the sacrament of baptism for the spiritual folk. To him is due glory, honor and dominion with his Father and his Holy Spirit, now at the time of the baptism of his servant, and at all times and seasons, and hours and all the days of our life, forever and ever. Amen. Barakmor, O Christ our Lord, who did become man that you might renew Adam in your image, who had grown old and worn out by sin, and cleanse and purify him in the font of the holy baptism. You have saved us from the depths of sin and have invited us to observe your holy commandments. You have introduced us to your spiritual folk, and by the life-giving voice proclaimed and said, wash yourselves and be pure, wash away the iniquities from your heart. You have led us to the floods of salvation and to the wellspring of new life. O Lord, now bless the servant who has approached you to receive the seal of life, so that it may preserve him. Introduce him to your folk and number him among your sheep. May the light of your countenance shine upon him. Make him a son of your Father, and make him worthy of the new birth. Remove the old man from him, clothe him with imperishable robe. Give him full growth and stature, so that through a calm and a quiet life, he may become worthy of a righteous end of Christian perfection. Sanctify, cleanse and purify him by your hyssop that sanctifies all. Bless your child and protect your inheritance. O merciful God, make us worthy to serve in your presence all the days of our lives, by offering praise and glory to you and to your Father and to your Holy Spirit, now and always and forever and ever. Amen. God, may we receive the mission of death and forgive us of sins in both worlds forever. Amen. Maria.
പാപം വർദ്ധിച്ചിടത്ത് തന്നെ കൃപയും വർദ്ധിച്ചു. അതേ മരണത്തിൽ പാപമാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുമിശിഹാ മൂലം നിത്യജീവനിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്ന് ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നു. എങ്ങനെ? അല്ലെങ്കിൽ യേശുമിശിഹായിൽ മാമോദിസ മുങ്ങിയവരായ നാം അദ്ദേഹത്തിന്റെ മരണത്തിലാകുന്നു മാമോദിസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുമിശിഹാ പിതാവിന്റെ പ്രകാരത്തിൽ കൂടി മരിച്ചവരുടെയും പുനരുദ്ധാരണം ചെയ്ത പ്രകാരം തന്നെ നാമം പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദിസ രൂപമാകുന്ന മരണത്താൽ അവിടത്തോടൊരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ആമീനായി പാലിക്കുമോ? With sober minds, let us give heed and listen to the proclamation of the living words of God in the holy gospel of our Lord Jesus Christ that is read to us. Furthermore, peace be to you. The holy gospel of our Lord Jesus Christ, the life-giving proclamation from Saint Luke, the evangelist, and Saint John the apostle, who published the good news of life and salvation to the world. Blessed is he who has come and is to come in the name of the Lord. Praise be to him who sent him for our salvation. May his grace and mercy be upon us forever. Now in the time of the incarnation of our Lord and our Savior Jesus Christ, the word of life who became flesh from the Holy Virgin Mary, but more these things that happened. So we believe and confess. Now as the people were in expectation and all reasoned in their hearts about John, whether he was the Christ or not, John answered, saying to you all, I indeed baptize you with water, but one mightier than me is coming, whose sandal strap I am not worthy to loose. He will baptize you with the Holy Spirit and fire. And you have known, most assuredly I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. That which is born of the flesh is flesh, and that which is born of the Spirit is spirit. Do not marvel that I said to you, you must be born again. Furthermore, peace be to you. Ariyantin magale kaduganaga, in babam malamaga, sopayenum maviyaga, nirelai tolum shruti varutan niyamajalatin nedudalla, deviga mamodi sai, serjanamadinum ninnude karunam karunanju satya, വീണ്ടും സാധനങ്ങളെ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ താത്തിയും രക്ഷിതമായ യേശുമിശിഹാ എന്ന മുഖാന്തരം പാവമോചനത്തിനാക്കി തീർക്കണമേ. നിന്റെ ഏകജാതന്റെ മനസ്സിലായിരിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. പുത്രനെയും ജീവനുള്ള വിസ്തൃഹാടൻ നാമത്തിൽ ഈ ജീവനായി പ്രിയാക്കോൾ ഒറ്റപ്പെടുന്നു.
സകല ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ ദാസനെ പഞ്ചകാത്മാക്കളെന്ന് നീ സ്വതന്ത്രനാക്കണമേ. അല്ലയോ ശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്, എന്തെന്നാൽ അത് പിശാചുകളുടെ നിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. ശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. പരിശുദ്ധ നിവ്യന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന കുറിയാക്കോസാകുന്ന ഞാൻ മശിഹാ തമ്പുരാന്റെ നിന്നിൽ പരിശുദ്ധ നിവ്യന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന കുറിയാക്കോസാകുന്ന ഞാൻ മശിഹാ തമ്പുരാന്റെ നിന്നിൽ പരിശുദ്ധ നിവ്യന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും
വീണ്ടും ജനത്താൽ പുത്രസ്വീകാരത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷതൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ കുറിയാത്തോസ് നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ Amen.
ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിത്യജീവന് വേണ്ടി ജീവനുള്ള നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പുത്രന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പരിശുദ്ധന്റെ നാമത്തിലും ഈ വെള്ളം ദിവ്യ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി ജീവനുള്ള പരിശുദ്ധപുത്രന്റെ നാമത്തിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ കുര്യാക്കോസ് മാമോദീസ മുങ്ങുന്നു. വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസൻ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മൂറോട്ടയിലെത്താൻ ആത്മീയമായ സകലവിധ പരിമള വാസനകളാൽ നീ നിറയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തതിനായി തീരുകയും ചെയ്യണമേ. ഇനി ഇവൻ ദുഷ്പ്രഭുക്കളെയോ പ്രകാശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ ധൈര്യത്തിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രനായി തീരുകയും നിങ്ങൾ കൂടി സഞ്ചരിച്ചുകൊണ്ട് ദർശനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യണമേ. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽകത്തിന്റെ പൂർത്തീകരണവുമായ പരിശുദ്ധ മൂറോനാൽ കുര്യാക്കോസ് നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഉത്തരവാദപ്പെടുന്നു. പറക്കുമോ Amen.
ദാസനെ പ്രഭോണം മാത്രമേ ധരിപ്പിക്കുകയും ഇവന്റെ ജീവന്റെ കത്തുസർപ്രീകരവും മഹത്വത്തിന്റെ അനുയോജ്യവുമായ തിരുമാറാകണമേ. ഓശോ സൗകര്യത്താൽമേ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
ആത്മീയമായ വളർച്ചയിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ പണിത്തകർത്ത പിതാവിനും ഉത്തരവാദിത്തമുണ്ട്. വേദാർത്ഥമായ ശ്രീയാനസഭയുടെ വിശ്വാസവും സഭയുടെ ആരാധനയും കൃത്യമായ സമയത്തും വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി മനം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായ ചുമതലയായിട്ട് സഭയുടെ അതിവിശ്വാസമായ മാമോദിസ ശുശ്രൂഷ ഇതോടെ സമാപിച്ചിരിക്കുന്നു. മാറട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമാണോവേ തിരുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ അവിടുത്തെ തിരുശിരത്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ അവിടുത്തെ വലതുകര നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയൊരു നമ്മുടെ രക്ഷകരമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. നിന്റെ സൈന്യങ്ങളെ ദൂതന്മാരെ നിന്നുള്ള സാരഭയത്തെ നിന്റെ സാരവഞ്ചനയെ ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന കുറിയാക്കോസാകുന്ന ഞാൻ
സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെ ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന കുറിയാക്കോസാണ് ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെ ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. കിഴക്കോട്ട് പരിശുദ്ധ ദിവ്യന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന കുറിയാക്കോസാകുന്ന ഞാൻ മശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ ദിവ്യന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിൽ ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന കുറിയാക്കോസാകുന്ന ഞാൻ പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽകലത്തിന്റെ പൂർത്തീകരണവുമായ പരിശുദ്ധ കുറിയാക്കോസ് നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഉദ്രവപ്പെടുന്നു. Amen.
ഈ ദാസനെ പ്രബോധനമാത്രം ലഭിക്കുകയും ഇവന്റെ ജീവന്റെ അനുയോജ്യമായി തീരുമാനമേ ഓശോ ജീവദായകമായ ശക്തി മൂലം സുവിശേഷമായ നമ്മളിലേക്ക് നീ നയിച്ചുകൊള്ളണമേ. അതിന്റെ അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിക്കുന്ന ഈ കിരീടം നിന്റെ സർവരാജ്യത്തെയും പ്രാപിക്കുമാറാകണമേ. നീക്കപ്പെടുന്നതോടെ നിന്റെ വലത്തിയുടെ സഹായം ഇവൻ ഉറച്ച ശക്തി പ്രാപിച്ചുകൊള്ളുകയും സ്വർഗീയമായ കാലത്തിൽ പ്രാപിക്കുകയും